നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോക്കി വരാം. തിരുവനന്തപുരം മഞ്ചൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം അതീവ ഗൗരവതരമെന്ന് മന്ത്രി പി രാജീവ്. ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ ഈ രൂപത്തിൽ പെരുമാറിയെന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ്. പോലീസ് കേസ് ചാർജ് ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെടുന്നതാണ്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷനെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തടയുന്നതൊട്ട് ശരിയില്ല. ആരായിരുന്നാലും നടന്നത് വളരെ ഒട്ടും ശരിയായിട്ടുള്ള അല്ലാത്ത കാര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പോലീസ് ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തടയുന്നതൊട്ട് ശരിയില്ല. തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അഭിഭാഷകനെതിരെ നടപടിയെടുക്കാൻ ബാർ കൌൺസിൽ തീരുമാനം. ബെലിൻഡാസിനെ ബാർ കൌൺസിൽ സസ്പെൻഡ് ചെയ്യും. മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി നൽകിയ പരാതി പരിഗണിച്ചാണ് നടപടി. തിരുവനന്തപുരം മഞ്ചൂരിൽ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക. വേടനെ അധിക്ഷേപിച്ച സംഘപരിവാർ മാസിക മുഖ്യ പത്രാധിപർ NR മധുവിനെതിരെ പരാതിയും വ്യാപക പ്രതിഷേധവും. നിയമ നടപടി സ്വീകരിക്കണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ. അധിക്ഷേപിക്കുകയും ജാതിഭ്രാന്ത് പരത്തുന്ന നിലയിലുള്ള പ്രയോഗം നടത്തുകയും ഒരു കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ജാതിസ്പർദ്ധ വളർത്താനും വർഗീയ ചിന്താഗതി ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള NR മധുവിൻ്റെ പ്രയോഗം ശരിയല്ല. അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. സ്വയംഭരണ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിച്ച് മോദി സർക്കാർ. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മേരാ യുവഭാരത് എന്നാക്കി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരവാദികളെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച സൈന്യം. ഏറ്റുമുട്ടലിൽ LET TRFന്റെ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ 3 തീവ്രവാദികളെ വധിച്ചുവെന്നും സൈന്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകാൻ പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനടക്കമുള്ള ബന്ധുക്കളും കൊടും ഭീകരരുമാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പത്രക്കുറിപ്പിലൂടെ നഷ്ടപരിഹാര തുക നൽകുന്ന കാര്യം അറിയിച്ചത്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ജബൽപൂർ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. പ്രസ്താവന വിവാദമായതോടെ മാപ്പ് ചോദിച്ച് BJP മന്ത്രി വിജയ് ഷാ. ഇന്ത്യയുടെ തിരിച്ചടിയിൽ വഴങ്ങി പാകിസ്ഥാൻ പിടിയിലായിരുന്ന BSF ജവാനെ വിട്ടയച്ചു. 20 ദിവസങ്ങൾക്ക് ശേഷമാണ് പൂനം കുമാർ ഷായെ പാകിസ്ഥാൻ മോചിപ്പിച്ചത്. ഇന്ത്യൻ സേനയുടെ പിടിയിലായിരുന്ന പാക് റേഞ്ചറെയും ഇന്ത്യക്ക് കൈമാറി. ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിൽ അമേരിക്കൻ മധ്യസ്ഥതയെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് മോദി സർക്കാരാണെന്ന് വിദേശകാര്യ നയതന്ത്ര വിദഗ്ധൻ വേണു രാജാമണി.
സംബോധനയിൽ അതിനെക്കുറിച്ചൊരു പരാമർശവും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ സീസ് ഫയർ എഗ്രി ചെയ്യാൻ പിന്നിലെ ഇന്ത്യയുടെ റീസണിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വലതുപക്ഷക്കാർ തന്നെ ഒരുപാട് പേര് ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട്, എന്തുകൊണ്ട് യുദ്ധം തുടർന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. ഇതിനു മുമ്പും പ്രീസിഡൻസ് ഉണ്ട്. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അവസാനം അമേരിക്ക ഇടപെട്ട് പാകിസ്ഥാനെ പ്രഷർ ചെയ്തിട്ടാണ് കാർഗിലിൽ നിന്നും പാകിസ്ഥാനി ട്രൂപ്സിനെ വിഡ്രോ ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ 2020 മുതൽ ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിൽ ട്രംപിന്റെ അവകാശവാദത്തെ തള്ളി വിദേശകാര്യ മന്ത്രാലയം വന്നതിനു പിന്നാലെ അതേ വാദം വീണ്ടും ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി സൗദി US നിക്ഷേപ ഫോറത്തിലാണ് ട്രംപ് അവകാശവാദം വീണ്ടും ആവർത്തിച്ചത്. കോവിഡിൽ മരിച്ചവരുടെ പട്ടികയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയ 20 ലക്ഷത്തോളം പേരുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കുള്ള കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്ന ഒടുവിലാണ് ഗവായി ചുമതലയേറ്റത്. കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കോടി രൂപ ചെലവിട്ട് 3 സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരാൻ പോകും. അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്, ഈ കേരളം, ആധുനിക വിജ്ഞാന ഉൽപാദനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്ന് അഭിമാനിക്കാൻ കഴിയും. എറണാകുളത്ത് പോലീസ് ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിലെ സലീം യൂസഫ്, ആലുവ ഓഫീസിലെ സിദ്ധാർത്ഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭാര്യയെയും മകളെയും മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. നൌഷാദിനെ താമരശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചിയിലെ കേറ്ററിംഗ് കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. പിതാവ് ഓടിച്ച പിക്കപ്പ് വാൻ പിന്നോട്ടെടുക്കുന്നതിനിടെ ഇടിച്ച് പരിക്കേറ്റ 1.5 വയസ്സുകാരി മരിച്ചു. കോട്ടയം അയർക്കുന്നത്താണ് സംഭവം. മരിച്ചത് കോയിത്തുരുത്തിൽ ബിപിൻ ദാസിന്റെ മകൾ ദേവപ്രിയ. ആലപ്പുഴ ചെറുതനയിൽ 6 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ക്യാൻസർ രോഗിക്കടക്കം കടിയേറ്റിരുന്നു. തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് യഹോവ സാക്ഷികൾക്ക് വിദേശ നമ്പറിൽ നിന്നും ഭീഷണി. സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകിയാൽ കൊല്ലുമെന്നും യഹോവ സാക്ഷികളുടെ സമ്മേളനങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ബോംബ് വയ്ക്കുമെന്നുമായിരുന്നു ഭീഷണി.
കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മുഖ്യപ്രതിയായ മങ്ങാട് സ്വദേശി നിഖിലേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ എല്ലാ ഗോഡൌണുകളിലും സുരക്ഷാ പരിശോധന നടത്തും. വയനാട് പിലാക്കാവിൽ കാണാതായ വൃദ്ധയ്ക്കായി തെരച്ചിൽ തുടരുന്നു. മണിയൻകുന്ന് ഊന്നാലുംകലിൽ കുമാരന്റെ ഭാര്യ ലീലയെയാണ് ഇന്നലെ 4 മണിയോടെ കാണാതായത്. വനഭാഗത്തേക്ക് ലീല കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. തങ്ങളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുട്ടികൾ മൊഴി നൽകിയെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മുതൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്ത് നിന്നാണ് ഇവരെ കാണാതായത്. പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായി. LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് UDF ഭരണത്തിന് അറുതി വീണത്. കോൺഗ്രസ് ഭരണസമിതിയെ പുറത്താക്കാൻ UDF അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചു. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.